എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 48 ഇന്ന് ആരംഭിക്കുന്നു. ഉദ്ധവനെ പറഞ്ഞയച്ച് ആ ഗോകുലവാസികളെ ആശ്വസിപ്പിച്ചു ഭഗവാൻ. അത് കഴിഞ്ഞിട്ട് ഉദ്ധവൻ തിരിച്ച് അവിടെ എത്തി ഭഗവാനോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ഗോകുലത്തില്. പിന്നെ ഭഗവാൻ സൈരന്ധ്രി ഇങ്ങനെ കാമപരവശയായിട്ടിരിക്കുക. ഭഗവാൻ വരും, ഇന്ന് വരും, നാളെ വരും. ഭഗവാൻ ഞാൻ വരാം, ഇതുകളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കടമകളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ കുബ്ജയോട്. ആ കൂനിയെ സുന്ദരിയാക്കിയില്ലേ ഭഗവാൻ, അതാണ് സൈരന്ധ്രി. അങ്ങനെ ആ സൈരന്ധ്രിയെ സന്തോഷിപ്പിക്കാനായിട്ട് സൈരന്ധ്രിയുടെ ഗൃഹത്തിൽ താമസിക്കുന്നു. പിന്നെ അത് അക്രൂരനെ ആശ്വസിപ്പിച്ച് അക്രൂരനെ അയച്ച് കുന്തി മുതലായവരെ സമാശ്വസിപ്പിച്ചതുമായിട്ടുള്ള കഥയാണ് ഈ അധ്യായത്തില് പറയണത്. ആ സൈരന്ധ്രി എല്ലാവരിലും ആത്മാവായിട്ട് വസിക്കുന്ന ആളാണ് ഭഗവാൻ, അല്ലെ? അപ്പൊ എല്ലാവരുടെയും വിചാരം മനസ്സിൽ എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാം. അപ്പൊ ആ ഗോപികളുടെ ഭക്തി വിശ്വാസത്തെ അറിഞ്ഞു. കാമവികാരം നിമിത്തം ഏറ്റവും വ്യസനിച്ചിരിക്കുന്ന സൈരന്ധ്രിയെ ഇനി അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ച് അവളുടെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് അവളുടെ ഗൃഹത്തിലേക്ക് ഒരു ദിവസം പ്രവേശിച്ചു എന്നാണ് തുടക്കത്തിൽ പറയുന്നത്. തൻ്റെ ഭക്തന്മാര് ഏതു വിധത്തിലാണോ ഭഗവാനെ ചിന്തിക്കുന്നത് ആ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക. ഭഗവാൻ സർവ്വ ആന്തര്യാമി ആയതുകൊണ്ട് പുണ്യ പാപ കർമ്മ ഫലങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ആ സൈരന്ധ്രിയുടെ ആഗ്രഹം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സാധിപ്പിച്ചു കൊടുക്കാനായിട്ട് ഭഗവാൻ സൈരന്ധ്രി ഗൃഹത്തിലേക്ക് എഴുന്നള്ളുന്നത്. അഥ ശ്രീമദ് ഭാഗവത ദശമസ്കന്ധ അഷ്ടചത്വാരിംശോ ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. അഥ വിജ്ഞായ ഭഗവാൻ സർവാത്മാ സർവദർശന സൈരന്ധ്ര്യാ കാമതപ്തായ പ്രിയമിച്ഛൻ ഗൃഹം യയോ. സർവാന്തര്യാമിയായി വസിക്കുന്ന സർവാത്മാ സർവദർശന ആ ഭഗവാൻ എല്ലാവരുടെയും വിചാരം ഇന്നതാണ് എന്നറിഞ്ഞിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപസ്ത്രീകളുടെ ഭക്തിയെ പറ്റി ഉദ്ധവനിൽ നിന്ന് നന്നായി മനസ്സിലാക്കി. പിന്നെതാ ആ കാമവികാര നിമിത്തം വളരെ വ്യസനിച്ചിരിക്കുകയാണ് സൈരന്ധ്രി, അല്ലെ? ആ കുബ്ജയുടെ ആഗ്രഹം സാധിപ്പിക്കാനായിട്ട് അവളുടെ ഗൃഹത്തിലേക്ക് ഒരു ദിവസം പ്രവേശിച്ചു. മഹാർഹോപസ്കരൈരാഢ്യം കാമോപായോപബൃംഹിതം മുക്താദാമപതാകാഭി വിതാനശയനാസനൈഃ ധൂപൈ സുരഭിർദീപൈ സ്രഗന്ധൈരഭിമണ്ഡിതം. ഭഗവാന്റെ വരവ് ഇന്ന് വരും, നാളെ വരും എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ആ കുബ്ജ കാത്തിരിക്കും. എല്ലാ സർവാഭരണ ഭൂഷിതയായിട്ട് ഒരു വിളക്കൊക്കെ വെച്ച് ഭഗവാനെ സുഗന്ധപൂരിതമാക്കിയൊക്കെ വെക്കും ഗൃഹം. ഇങ്ങനെ കാത്തിരിക്കും. ഭഗവാന്റെ വരവ് കാത്തുകൊണ്ടിരിക്കുന്ന സൈരന്ധ്രിയുടെ ഭവനത്തില് വിലമതിക്കാൻ കഴിയാത്ത ബഹുവിധ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. സുഗന്ധമായ പൂരിതമായ ചന്ദനം, അകരുധൂപം, പൂമാല, കുറിക്കൂട്ട്, അത് കാമോദ്ദീപകമായിട്ടുള്ള പദാർത്ഥങ്ങള്, കിടക്കാൻ മൃദുവായ ശയ്യ, ഇതൊക്കെ ഒരുക്കിയിട്ട് എല്ലാ ദിവസവും കാത്തിരിക്കുന്നത്. ഇരിക്കാൻ ശ്രേഷ്ഠമായ ആസനം, കണ്ണിന് ആനന്ദകരമായ മേലാപ്പ് ഉള്ള അങ്ങനെയുള്ള കട്ടില് ഒക്കെ തയ്യാറാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നവരുടെ ഭവനത്തിലേക്ക് ഭഗവാൻ ചെന്നു ഒരു ദിവസം.
ഗൃഹം തമായാന്തമവേക്ഷ്യ ശാസനാൽ സദ്യസമുത്ഥായ ഹി ജാതസംഭ്രമാ യഥോപസംഗമ്യ സഖീഭിരച്യുതം സഭാജയാമാസ സദാസനാദിഭി. കണ്ടു ദൂരേന്ന് ഭഗവാൻ തന്റെ ഗൃഹത്തിലേക്ക് വരണത്. ഉടനെ സൈരന്ധ്രി ഇരിപ്പിടത്തു നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് സ്വീകരിക്കാനുള്ള ബദ്ധപ്പാടോടെ സഖികളോട് ഒരുമിച്ച് ഭഗവാന്റെ ഓടിച്ചെന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. മനോഹരമായ പീഠത്തിലിരുത്തി ആ പൂജാ സാധനങ്ങൾ കൊണ്ടുവന്ന് യഥാവിധി കാലൊക്കെ കഴിച്ച് അങ്ങോട്ട് പൂജിച്ചു. തഥോത്ഥവ സാധു തയാഭിപൂജിതോ നിഷീദദുർവ്യാം അഭിമൃശ്യ ചാസനം കൃഷ്ണോപി തൂർണം ശയനം മഹാധനം നിവേശലോകാചരിതാന്യനുവ്രത. ഉദ്ധവനുണ്ടായിരുന്നു ഭഗവാന്റെ കൂടെ. ആ ഉദ്ധവനെയും വേണ്ട പോലെ സൈരന്ധ്രി യഥോചിതം ബഹുമാനിച്ചു, പൂജിച്ച് പീഠത്തിൽ ഇരുത്തി. ഭഗവാനോടൊപ്പം ഇരിക്കുന്നത് അത് ഉചിതമല്ല എന്നുള്ള വിചാരത്താൽ പീഠത്തെ സ്വീകരിക്കുന്നു എന്ന് സൈരന്ധ്രിയെ സന്തോഷിപ്പിക്കാനായിട്ട് കൈകൊണ്ട് അങ്ങോട്ട് തൊട്ടു. ഭഗവാനോടൊപ്പം ഉദ്ധവ ഇരിക്കില്ല, അത് സ്വീകരിച്ചു എന്നുള്ള മട്ടില് പീഠം കൈകൊണ്ടൊന്ന് തൊട്ട് പിന്നെ നിലത്തിരുന്നേ ഉള്ളൂ എന്ന് പറയാ ഉദ്ധവൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉടൻ തന്നെ ശയനഗൃഹത്തിലുള്ള അനർഘമായ ശയ്യയിൽ കയറിയിരുന്നു. തന്റെ ഭക്തന്മാര് ചെയ്യുന്ന ഉപചാരാദികളൊക്കെ സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ അവതരിച്ചത്. അതുകൊണ്ട് ഭക്തയായ സൈരന്ധ്രിയെ പ്രീതിപ്പെടുത്താനായിട്ട് അവളുടെ ശയനമുറിയിൽ പ്രവേശിച്ചതും ശയ്യയിൽ ആരോഹണം ചെയ്തതും ലോകവിരുദ്ധമാണെന്ന് ആരും ശങ്കിക്കരുത്. സാമജ്ജനാലേപ ദുകൂലഭൂഷണ സ്രഗന്ധതാംബൂല സുധാസവാദിഭി പ്രസാധിതാത്മോപസസാരമാധവം സവ്രീഡലീലോത്സ്മിത വിഭ്രമേക്ഷിതൈഹി. ഉദ്ധവൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു സൈരന്ധ്രിക്ക്. അതുകൊണ്ട് മുമ്പ് തന്നെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയായിരുന്നു സൈരന്ധ്രി. കുളിച്ച ശേഷ വസ്ത്രാലങ്കാരമൊക്കെ ധരിച്ച് തലയില് പൂമാല ചൂടി പരിമളദ്രവ്യത്തിന്റെ ധൂപം ഒക്കെ മുടിയിലൊക്കെ വാസന ഉണ്ടാക്കി തീർത്തു. ദേഹത്തില് കുറിക്കൂട്ട് ഒക്കെ പൂശി താമ്പൂല ചർവണം ഉത്സാഹം ഉണ്ടാക്കി തീർക്കാൻ ഉപകരിക്കുന്നതും അമൃതിന് സദൃശവുമായ ആസവം ഒക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് ഭഗവത് സമീപത്തില് അങ്ങനെ പ്രവേശിച്ചത്. എന്തൊക്കെ വേണോ ഭഗവാന്റെ ശയനഗൃഹത്തിൽ ഭഗവാനോടൊപ്പം പ്രവേശിക്കാനുള്ളത് എല്ലാം വേണ്ട വിധത്തിലൊക്കെ ചെയ്തു സൈരന്ധ്രി. അങ്ങനെ ആ ലജ്ജയോടും പുഞ്ചിരിയോടും ശൃംഗാരചേഷ്ടകളോടും മനോഹരമായ നോട്ടത്തോടും ഒക്കെ കൂടി സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായ ശ്രീകൃഷ്ണന്റെ അടുത്ത് അങ്ങോട്ട് ചെന്നു. ആഹൂയ കാന്താം നവസംഗമഹ്രിയാ വിശങ്കിതാം കങ്കണഭൂഷിതേ കരേ പ്രഗൃഹ്യ ശയ്യാമധിവേശ്യ രാമയാ രേമേ അനുലേപാർപ്പണ പുണ്യലേശയാ. സ്ത്രീകളുടെ സ്വഭാവം സിദ്ധമായിരിക്കുന്ന ആ നവസംഗമ ലജ്ജ, നവവധു അല്ലേ, ലജ്ജ ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ സമീപത്ത് ചെല്ലാതെ അങ്ങനെ ഓടി അങ്ങോട്ട് ചെന്നില്ല. നാണിച്ച് അങ്ങനെ കുറച്ചകലെ സൈരന്ധ്രി തല താത്തി നിന്നു. അപ്പോ ഭഗവാൻ അവളുടെ അടുത്ത് ചെന്ന് ആ വിശേഷമായ തങ്കക്കാപ്പുകളൊക്കെ കൊണ്ട് തന്റെ രണ്ട് കൈകൾ കൊണ്ട് അങ്ങോട്ട് സരസമായി പിടിച്ച് ശയ്യയിൽ അങ്ങോട്ട് ഇരുത്തി ആ ഭാഗ്യവതിയോടുകൂടി രമിച്ചു. എങ്ങനെയാ ഈ കുബ്ജയ്ക്ക് ഇത്ര മഹാഭാഗ്യം സിദ്ധിച്ചത്? കംസവധത്തിനായിട്ട് മധുരാപട്ടണത്തില് പ്രവേശിച്ച ആ ഭഗവാന് കുറിക്കൂട്ട് കൊടുത്തില്ലേ? ആ കുറിക്കൂട്ട് കൊടുത്തതിന്റെ പുണ്യലേശത്തിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് നിത്യേന ഭക്തിപൂർവം ചന്ദനമാല്യാദികള് ഭഗവാനായി സമർപ്പിക്കുന്ന ആ ഭക്തന്മാരുടെ പുണ്യമഹിമ എങ്ങനെ പറഞ്ഞറിയിക്കാൻ സാധിക്കും? ഭഗവാനെ എന്നും അണിയിച്ചൊരുക്കുന്ന ഭക്തന്മാർക്ക് ഇതുപോലെയുള്ള ഭാഗ്യം തന്നെ കിട്ടും. അവരെന്താണ് മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ഭാഗ്യം ലഭിക്കും എന്നാണ് എന്റെ അർത്ഥം. സാനംഗ തപ്ത കുജയോരു തഥാക്ഷ്ണോർ ജിഘ്രന്ത്യനന്തചരണേന രുജോ മൃജന്തി ദോർഭ്യാം സ്തനാന്തരഗതം പരിരഭ്യകാന്തം ആനന്ദമൂർത്തി അജഹാൽ അതിദീർഘതാപം. ഭഗവാനോട് ചേരണം എന്നുള്ള ആഗ്രഹം സാധിക്കാതിരുന്നതിനാലുണ്ടായ കാമപീഠ നിമിത്തം ആ ദുഃഖിച്ച് ഇരുന്ന കുജങ്ങള്, കണ്ണുകള് മുതലായ അവയവങ്ങളില് ഭഗവാന്റെ പാദകമലം എടുത്തു വെക്കുക.
അതിനെ മണക്കുക മുതലായ പ്രവൃത്തി കൊണ്ട് ആ ദുഃഖങ്ങൾ തീർത്തു. സ്തനങ്ങളുടെ മധ്യത്തിൽ ഭഗവാനന്റെ ആനന്ദ വിഗ്രഹത്തെ അണച്ച് 2 കൈകൾ കൊണ്ട് മുറുകെ ആലിംഗനം ചെയ്തു. ഇത്ര കാലം അനുഭവിച്ച ആ മദനതാപത്തെ ഉപേക്ഷിച്ചു. സൈവം കൈവല്യനാഥം തം പ്രാപ്യ ദുഷ്പ്രാപമീശ്വരം അംഗരാഗാർപ്പണേനാഹോ ദുർഭഗേദം അയാചത. ആദ്യം അവൾക്ക് കൂനുണ്ടായിരുന്നതുകൊണ്ട് വിരൂപയായിരുന്നല്ലോ. എങ്കിലും ഭഗവാന് ഒരിക്കൽ അംഗരാഗം നൽകിയ ആ പുണ്യം കൊണ്ട് സുന്ദരാംഗിയായ സൈരന്ധ്രി സായുജ്യമുക്തി നൽകുന്ന ഏകാന്ത ഭക്തി പ്രദാനം ചെയ്യാൻ ശക്തനും സ്വതന്ത്രനും പുണ്യഹീനന്മാർക്ക് പ്രാപിക്കാൻ കഴിയാത്തവനുമായ ഭഗവാനെ ആ വിധം ഇങ്ങനെ പ്രാപിച്ചു ആ സൈരന്ധ്രി. എന്തൊരു ഭാഗ്യല്ലേ! ഭാഗ്യഹീനയായ അവൾ താഴെ പറയും വിധം ഭഗവാനോട് വരം അപേക്ഷിച്ചു. ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സമ്പ്രദായ ആശ്ചര്യം തന്നെ എന്ന് പറയുന്നു. സൈരന്ധ്രിവാച ആഘോഷ്യതാമിഹ പ്രേഷ്ഠ ദിനാനി കതിചിന്മയ രമസ്വനോത്സഹേ തെക്തും സംഗം തേ അംപുരുഹേക്ഷണ. സൈരന്ധ്രി പറഞ്ഞു, ഹേ പരമപ്രേമത്തിന് ആസ്പദമായ താമരസേക്ഷണ, അങ്ങയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് ശക്തിയില്ല. എനിക്ക് അങ്ങയെ പിരിഞ്ഞിരിക്കാൻ വയ്യ ഇനി. അതുകൊണ്ട് കുറെ ദിവസം കൂടി ഇവിടെ എന്റെ ഗൃഹത്തിൽ വസിച്ച് എന്നോടുകൂടി രമിക്കണേ. എങ്ങനെയാണ് സൈരന്ധ്രി പറഞ്ഞത്? തസ്യൈ കാമവരം ദത്വാ മാനയിത്വാ ച മാനദ സഹോദ്ധവേന സർവേശ സ്വധാകാമഗതർച്ചിതം. ഭക്തന്മാരുടെ അഭിഷ്ടത്തെ നൽകി അവർക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുക്കുന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ സൈരന്ധ്രിയുടെ ആഗ്രഹം സാധിപ്പിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്ത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. നീ വിചാരിക്കുമ്പോഴെല്ലാം അരികത്ത് വന്ന് ഞാൻ നിന്നെ രമിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. സങ്കല്പാത്മകനായ ഭഗവാൻ എപ്പോ എവിടെ എത്തണമെന്ന് വിചാരിക്കുന്നുവോ അപ്പൊ അവിടെ തന്റെ സ്വരൂപം പ്രകാശിപ്പിക്കാൻ ശക്തനാണ് അല്ലെ. അങ്ങനെ സൈരന്ധ്രിയെ അനുഗ്രഹിച്ച ശേഷം ഉദ്ധവനോടുകൂടി ചേർന്ന് സർവ്വത് സമ്പൽ സമൃദ്ധമായ തന്റെ ഭവനത്തെ പ്രവേശിച്ചു. ദുരാരാധ്യം സമാരാധ്യം വിഷ്ണും സർവേശ്വരേശ്വരം യോ വൃണീതേ മനോഗ്രാഹ്യം അസത്വാൽ കുമനീഷ്യസൗ. ബ്രഹ്മരുദ്രാദികളായ ഈശ്വരന്മാരെയും തന്റെ വ്യാപാരങ്ങളിൽ നിയമിച്ചിരിക്കുന്ന പരിപൂർണ സ്വരൂപനായ മഹാവിഷ്ണുവിനെ ഇങ്ങനെ പ്രത്യക്ഷമായി ആരാധിക്കാൻ ശുദ്ധ ഭക്തിയുള്ളവർക്ക് മാത്രമല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അസാധ്യമായ ഈ ഭാഗ്യം സിദ്ധിച്ചവൻ ആ ഭഗവാനോട് മനസ്സുകൊണ്ട് തൽക്കാലം അനുഭവിക്കാവുന്ന വിഷയസുഖം പ്രാർത്ഥിക്കുന്നതായാൽ അവൻ ബുദ്ധിഹീനം തന്നെ എന്നൊരു സംശയമില്ല. ആ സൈരന്ധ്രിക്ക് എന്ത് വേണമെങ്കിൽ, മുക്തി വേണമെങ്കിൽ ഭഗവാൻ കൊടുക്കും. ഭക്തി വേണമെന്നോ മുക്തി വേണമെന്നോ ഒന്നും പറഞ്ഞില്ല അല്ലെ. വിഷയസുഖാണ് പ്രാർത്ഥിച്ചത്. അവൾക്ക് ബുദ്ധിയില്ല, അതുകൊണ്ടല്ലേ അതങ്ങനെ പ്രാർത്ഥിച്ചത്. എന്തുകൊണ്ടെന്നാ വിഷയസുഖം ഉത്തരോത്തരം ദുഃഖത്തെ ഉണ്ടാക്കി തീർക്കുന്നതും ക്ഷണത്തിൽ നശിച്ചു പോകുന്നതുമാണല്ലോ. ഈ സൈരന്ധ്രി പ്രത്യക്ഷനായ ഭഗവാനോട് കാമസുഖം വരിച്ചു. അതുകൊണ്ട് ഇവള് ബുദ്ധിഹീനയാണെന്ന് പറയുക. ഇവളെ പോലെ ആവാൻ പാടില്ല. അതാണ് അതിന്റെ നമുക്കുള്ള പാഠം. കൈവല്യം കാക്ഷിക്കാതെ കാമസുഖം കാക്ഷിച്ചത് വളരെ നിന്ദ്യമാണ് ശരിക്കും. അല്ലെങ്കിൽ ഇവൾ വിഷയസുഖത്തെ കാക്ഷിക്കാതെ ഭഗവാൻ തന്റെ അടുത്ത് വേണമെന്നാണല്ലോ പ്രാർത്ഥിച്ചത്. അപ്പൊ ബുദ്ധി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നാണല്ലോ. അതുകൊണ്ടല്ലേ വേറൊരാളെയല്ല ഭഗവാനെ തന്നെയാണ് അവള് പ്രാർത്ഥിച്ചത് അല്ലെ. അപ്പൊ ബുദ്ധിഹീനാന്ന് പറയാൻ പാടില്ല. എന്നാലും ഭഗവാന്റെ സാന്നിധ്യം ഒരിക്കലും സിദ്ധിച്ച പിന്നെ പരമാനന്ദാനുഭവം അല്ലെ. പക്ഷേ തുച്ഛമായ വിഷയാശയം ഉണ്ടാവാൻ ശരിക്കും പാടില്ലാത്തതാണ് വിഷയത്തില് വാസന. ഭഗവാൻ ഇത്ര അടുത്ത് വന്ന് ഭഗവാനോട് കൂടി ചേർന്നിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടും എന്നും ഭഗവാനോട് കൂടി ഇങ്ങനെ വിഷയസുഖം വേണമെന്നാണല്ലോ പ്രാർത്ഥിച്ചത്. വേറൊന്നും ആ സൈരന്ധ്രി പ്രാർത്ഥിച്ചിട്ടില്ല. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.